നമസ്കാരം. UNAയുടെ സമരപോരാട്ടത്തിന് മുന്നിൽ മുട്ടുമടക്കി മാനേജ്മെന്റ്. അമല ഹോസ്പിറ്റലിലെ നഴ്സുമാരുടെ പോരാട്ടത്തിന് ഉജ്ജ്വല വിജയം. ശമ്പളത്തിൽ മുൻകാല പ്രാബല്യത്തോടെ 4000 മുതൽ 6000 രൂപ വരെ വർധനവ്. സമരം ചെയ്തവർക്കെതിരെ പ്രതികാര നടപടി ഉണ്ടാകില്ലെന്നും ഉറപ്പ്. കടുംപിടുത്തം തുടർന്ന് ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് ഉടൻ. തൃശൂർ അമല ആശുപത്രിയിലെ നഴ്സുമാർക്ക് ശമ്പള വർധനവ് മാനേജ്മെന്റ് അംഗീകരിച്ചതോടെ നഴ്സുമാർ നടത്തിവന്ന സമരം ഒടുവിൽ വിജയകരമായി അവസാനിച്ചിരിക്കുന്നു. നഴ്സുമാരുടെ ശമ്പള വർധനവ് സംബന്ധിച്ച് മാനേജ്മെന്റ് മുന്നോട്ട് വെച്ച തീരുമാനം യുണൈറ്റഡ് നഴ്സ് അസോസിയേഷൻ അംഗീകരിച്ചതോടെയാണ് സമരം പിൻവലിച്ചത്. നഴ്സുമാരുടെ വേതനത്തിൽ 4000 മുതൽ 6000 രൂപ വരെയുള്ള വർധനവാണ് മാനേജ്മെന്റ് അംഗീകരിച്ചിരിക്കുന്നത്. ഈ ശമ്പള വർധനവിന് മുൻകാല പ്രാബല്യം ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ഒപ്പം സമരത്തിൽ പങ്കെടുത്ത ജീവനക്കാർക്കെതിരെ യാതൊരുവിധ പ്രതികാര നടപടികളും ഉണ്ടാകില്ലെന്നും ആശുപത്രി മാനേജ്മെന്റ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം തൃശൂരിലെ തന്നെ മറ്റൊരു പ്രമുഖ ആശുപത്രിയായ ജൂബിലി മിഷനിലെ നഴ്സുമാരുടെ വേതന വർധനവിൽ ഇതുവരെയും അന്തിമ തീരുമാനമായിട്ടില്ല. അമല ആശുപത്രിയിലെ സമരം അവസാനിച്ചെങ്കിലും ജൂബിലി മിഷൻ ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം തുടരുകയാണ്. ഇതിന്റെ ഭാഗമായി ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് നഴ്സുമാരുടെ പ്രതിഷേധ മാർച്ച് ഉടൻ നടക്കും. സംസ്ഥാനത്തെ മറ്റ് സ്വകാര്യ ആശുപത്രികൾ ഇടക്കാല ശമ്പളാശ്വാസം നൽകിയപ്പോഴും അമലയും ജൂബിലി മിഷനും മാത്രമാണ് അനുകൂല നിലപാട് സ്വീകരിക്കാതിരുന്നതെന്ന് നഴ്സസ് സംഘടന നേരത്തെ ആരോപിച്ചിരുന്നു. നഴ്സുമാരുടെ മിനിമം വേതനം സർക്കാർ നിശ്ചയിക്കട്ടെ എന്നതായിരുന്നു ഇരു ആശുപത്രി അധികൃതരുടെയും ആദ്യ നിലപാട്. സർക്കാർ അന്തിമ വിജ്ഞാപനം പുറത്തിറക്കിയാൽ അത് ആദ്യം നടപ്പിലാക്കുക തങ്ങളായിരിക്കുമെന്നും സർക്കാർ തലത്തിൽ അടുത്ത ശമ്പള പരിഷ്കരണം വരുമ്പോൾ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്നും മാനേജ്മെന്റുകൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം അംഗീകരിക്കാനാവില്ലെന്ന് UNA വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് ശക്തമായ സമരവുമായി മുന്നോട്ടു പോയതോടെയാണ് അമല ആശുപത്രി മാനേജ്മെന്റ് ശമ്പള വർധനവിന് തയ്യാറായത്. ഏപ്രിൽ 1 മാനേജ്മെന്റ് എടുത്ത തീരുമാനം നഴ്സ് സംഘടന ഇപ്പോൾ അംഗീകരിക്കുകയായിരുന്നു എന്നാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം. ജൂബിലി മിഷൻ ആശുപത്രിയിലെ 370 നഴ്സുമാരും അമലയിലെ 546 നഴ്സുമാരുമാണ് വേതന വർധനവ് ആവശ്യപ്പെട്ട് സമരരംഗത്തുണ്ടായിരുന്നത്. അമലയിലെ പ്രശ്നം പരിഹരിക്കപ്പെട്ടതോടെ ഇനി ജൂബിലി മിഷനിലെ നഴ്സുമാരുടെ കാര്യത്തിലാണ് തീരുമാനമുണ്ടാകേണ്ടത്. അടിസ്ഥാന ശമ്പള വർധനവും മെച്ചപ്പെട്ട സേവന വ്യവസ്ഥകളും ആവശ്യപ്പെട്ടാണ് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ സമരം ആരംഭിച്ചത്. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങളും പ്രമുഖ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് സമരങ്ങളും നടന്നത്. നഴ്സുമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ നയിക്കുന്ന സമരവീര്യത്തിന്റെ ഉജ്ജ്വല തെളിവാണ് തൃശൂർ അമല ആശുപത്രിയിൽ ദൃശ്യമായത്. പ്രലോഭനങ്ങൾക്കും മാനേജ്മെന്റിന്റെ കടുംപിടുത്തങ്ങൾക്ക് മുന്നിൽ പതറാതെ തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾക്കായി നഴ്സുമാർ നടത്തിയ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ് ഒടുവിൽ മുൻകാല പ്രാബല്യത്തോടുള്ള ശമ്പള വർധനവിലേക്ക് വഴിതുറന്നത്. അമലയിലെ വിജയം സംസ്ഥാനത്തെ സ്വകാര്യ മേഖലയിലെ മുഴുവൻ നഴ്സിംഗ് സമൂഹത്തിനും വലിയ ആശ്വാസം പകരുന്നതാണ്. എന്നാൽ അമലയിലെ സമരം വിജയകരമായി ഒത്തുതീർപ്പായെങ്കിലും ജൂബിലി മിഷൻ ആശുപത്രി മാനേജ്മെന്റ് ഇപ്പോഴും തുടരുന്ന കടുംപിടുത്തം നഴ്സുമാരോടുള്ള വെല്ലുവിളിയായി അവശേഷിക്കുകയാണ്. ജീവകാരുണ്യത്തിന്റെ മുഖം മൂടിയണിഞ്ഞ് തൊഴിലാളികളുടെ ചോരയുറ്റുന്ന ഇത്തരം നിലപാടുകൾക്കെതിരെ വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് UNAയുടെ തീരുമാനം. ജൂബിലി മിഷനിലേക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രതിഷേധ മാർച്ച് ഈ പോരാട്ടത്തിന്റെ അടുത്ത ഘട്ടമാണ്. സംസ്ഥാനത്തെ ഭൂരിഭാഗം സ്വകാര്യ ആശുപത്രികളും അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടും ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുന്ന മാനേജ്മെന്റുകൾ നഴ്സുമാരുടെ അധ്വാനത്തെ ചൂഷണം ചെയ്യാൻ അനുവദിക്കില്ലെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഈ സമരത്തിലൂടെ UNA നൽകുന്ന സന്ദേശം.